ഹലോ, അങ്ങനെ ഇക്കാടെ ഇപ്രാവശ്യത്തെ ലീവൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വന്നത്. ഇന്നത്തെ ഫ്ലൈറ്റ് ഡിലേ ആണ് പറഞ്ഞിട്ട്. കാലിക്കറ്റ് എയർപോർട്ട് ആയതുകൊണ്ട് അങ്ങനെ 5-6 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലൊന്ന് കയറി. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വല്ലാണ്ട് ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ എത്തി. അവിടെ ഒരു കളിക്കുന്ന വണ്ടി കണ്ടപ്പോഴും ഒരാൾ അതിലേക്ക് ചാടിക്കയറി. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഓനായിട്ട് 2 റൗണ്ടൊക്കെ അടിച്ച് വന്ന്. അവനക്കാണെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ വണ്ടിയോടുള്ള ഇഷ്ടമൊക്കെ കൂടിയത്. എവിടെ വണ്ടി കണ്ടാലും അപ്പം അതിൽ ചാടിക്കയറും. അങ്ങനെ വണ്ടിയുടെ ടൈമിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓരോ ജ്യൂസൊക്കെ മേടിച്ചു തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങാമെന്നുള്ള പ്ലാനിങ് ആയപ്പോൾ വീണ്ടും ഒരു വണ്ടി കണ്ടപ്പോൾ അതിൽ ഓടി കയറിയിട്ടുമുണ്ട്. അങ്ങനെ അപ്പുറത്തൊരു കുട്ടി വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിലേക്ക് കൂടെ കയറണം. അങ്ങനെ അവനത് കഴിഞ്ഞത് ഈ ട്രെയിനിലൊക്കെ കുറച്ച് നേരം കയറ്റി 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്ന് ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ പോവാനുള്ള ടൈം ആയി തുടങ്ങി. ജസ്റ്റ് വേഗം അവിടുന്ന് ഇറങ്ങിയിട്ടാണ്. ഇറങ്ങി നേരെ എയർപോർട്ടിലേക്കാണ് പോണത്. അങ്ങനെ ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇക്കാടെ ബ്രദറും ഇക്കാടെ ഫ്രണ്ടും കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിലേക്ക് കയറി. കുറച്ച് ചിലപ്പോൾ ആൾ ഭയങ്കര കുരുത്തക്കെടി, തീരെ ഒതുങ്ങിയിരിക്കണില്ല. അങ്ങനെ ബേബീസിൻ്റെ ഹാൻഡ് ലോക്ക് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഞാൻ ഓനെ ലോക്ക് ചെയ്ത് ഒന്ന് എൻ്റെ കയ്യിലും ഒന്ന് മോൻ്റെ കയ്യിലും ഇട്ടിട്ടാണ് ലോക്ക് ചെയ്തത്. അതാവുമ്പോൾ കുറച്ച് നേരം കുറച്ച് ഭാഗങ്ങളിൽ അവനക്ക് ഓടി അടക്കമൊക്കെ ചെയ്യാം. നമ്മൾ കൈവിട്ട് എവിടേക്കും പോകില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഫ്ലൈറ്റ് കയറാനുള്ള ടൈമായി. മോനിക്ക് ഇപ്രാവശ്യം ഫുൾ ടിക്കറ്റ് ആയതുകൊണ്ട് ഓനിക്കൊരു ഒറ്റയ്ക്കൊരു സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷമായിട്ടേ കാണുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാനുള്ള ടൈമായി തുടങ്ങി. അങ്ങനെ എയറോസ്റ്റേഴ്സൊക്കെ വന്നിട്ട് സീറ്റ് ബെൽറ്റ് എങ്ങനെ ലോക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാളിവിടെ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ലാൻഡ് ചെയ്ത് കോഴിക്കോട് ടു ദുബായ് ലാൻഡ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി. ഞങ്ങൾ ടാക്സി വിളിച്ചാണ് പോണത്. പുലർച്ചെ 3:30 ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അങ്ങനെ ഒരാളുടെ ഉറക്കമൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന അൽക്കയിൽ ഗേറ്റിലാണ് കേട്ടോ. ഇപ്പോൾ അൽക്കയിൽ ഹൈറ്റ്സ് എത്തി. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വില്ലയിലാണ്. അങ്ങനത്തെ വില്ലേക്ക് പോണ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ കറക്റ്റായിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് ഇറക്കി തന്നിട്ടോ. നേരെ വന്ന് ജസ്റ്റ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. രാവിലെ വന്ന് കിടന്നതുകൊണ്ട് ഞങ്ങൾ എണീറ്റ് തന്നെ 12 മണി ആയിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് റൂമിലുള്ള ഫാമിലി ഞങ്ങൾക്ക് ഫുഡൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുക്ക് ചെയ്യാനാണെങ്കിൽ ഇനി ആദ്യം മുതലൊക്കെ മേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടൊക്കെ വേണം. അതുകൊണ്ട് ഇന്ന് ഫുൾ ഓർഡറാണ്. പിന്നെ ഇന്നത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ കുറച്ച് കറി അധികം ഒഴിക്കാതെ മോൾക്ക് കൊടുക്കണ കാരണം കറിയൊന്നും അധികം ഒഴിക്കാതെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇവൻ്റെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കലുള്ളൂ. നല്ല അടിപൊളി നാടൻ ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാനുള്ള പ്ലാനാണ് അടുത്തത്. അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ച് അതിൽ കൊണ്ടുവന്ന ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഞങ്ങൾ വന്ന ടൈം തന്നെ അൺബോക്സ് ചെയ്തിട്ട് ബീഫ് കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത്
അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലോറൊന്ന് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ മോൾക്ക് നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടോ. ഇന്നലെ ഫുള്ള് ലോങ് യാത്ര ആയതുകൊണ്ട് ഫുൾ ടയേർഡാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ജസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മോനെ ഒന്ന് എടുത്ത് ഫ്രഷാക്കി കുളിപ്പിച്ച് അങ്ങനെ എല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനില്ല. ആദ്യം മോനെ ഉറക്കണം, അതൊരു ടാസ്ക്കാണ്. മോൻക്കാണെങ്കിലോ ഉറക്കുന്ന ടൈമിൽ നമ്മളൊന്ന് ജസ്റ്റ് എടുത്ത് കിടന്ന് കുറച്ച് നേരം ഒന്ന് കളിപ്പിക്കണം. അങ്ങനെ ഓൻ്റെ കൂടെ കിടന്ന് കളിച്ച് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല എല്ലാ പ്രാവശ്യവും ഓനെ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങലാണ് എൻ്റെ പതിവ്. പ്രാവശ്യം ഞാനും ഓനും കൂടെ ഒപ്പാണ് ഉറങ്ങുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ദുബായിക്ക് വന്നപ്പോഴാണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ AC ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും കാണാം.